ഇത് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓറഞ്ചിനും പൈനാപ്പിളിനും ശേഷം നമ്മളുടെ പാചകശാലയിൽ ഇന്ന് എത്തിയിട്ടുള്ളത് ഇതേ ഈ കമ്പം അല്ലെങ്കിൽ ചോളാണ് കേട്ടോ. ആദ്യം വേണ്ടത് ഇതിനെ നല്ല രീതിയിൽ ചെറിയ ചെറിയ പീസുകളാക്കുകയാണ്. എന്റെ കത്തി ഒട്ടും മൂർച്ചയില്ലാത്തത് കൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് എന്തായാലും ഞാൻ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വെക്കാം. ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പം നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി വേണ്ടത് ഒരു മസാല സെറ്റ് ആക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പഞ്ചസാര ഇത്രയും സെറ്റ് ആക്കാം. ഇതിലോട്ട് നമുക്ക് ഈ പൊരിച്ച കമ്പം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സോസും കൂടി ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് കുറച്ച് തൈരും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത്രയായാലും നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കമ്പം അല്ലെങ്കിൽ ചോളം വീട്ടിൽ കൊണ്ടുവരുമ്പോ സാധാരണ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പൊ ബൈ.